ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നെല്ലിക്കയും കൊണ്ടുണ്ടാക്കുന്ന ഒരു ലിക്വിഡ്, അതായത് സിറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, നെല്ലിക്ക രസായനം എന്ന് പറയാം. ഞാനിട്ട പേരാണ് കേട്ടോ. ഇത് ചെറുപ്പകാലം തൊട്ടേ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ്. നെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇത് സീസൺ ആകുന്ന സമയത്ത് നെല്ലിക്ക വാങ്ങിയിട്ട് അത് കരിപ്പെട്ടിയിലിട്ട് വെച്ചിരിക്കും. ഏകദേശം ഒരു വർഷത്തോളം അത് ഇരിക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് വരും. നെല്ലിക്കയുടെ മുഴുവൻ ഗുണവും അതിലിറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ വെള്ളം കുടിക്കാനും അതുപോലെ നെല്ലിക്ക കഴിക്കാനും നല്ല സോഫ്റ്റായിരിക്കും. അപ്പം ഇത് സാധാരണ വൃശ്ചിക മാസത്തിലായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിടാറുള്ളത്. സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഇത് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ സീസൺ ആകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വലിയ ഭരണികളിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ അതിൻ്റെ ലിക്വിഡും ഒരു നെല്ലിക്കയായിട്ട് കഴിച്ചാൽ നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകാറുണ്ട്. ചിലർക്കൊക്കെ ഇതിൻ്റെ അലർജി ഉള്ളവർ, ഇതിൻ്റെ അലർജി അല്ല, അലർജി ഉള്ളവർ, തണുപ്പ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തുമ്മൽ പോലുള്ള ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉള്ളതാണ്, പക്ഷേ എങ്കിലും ഞാൻ ഇത് കഴിക്കാറുണ്ട്. നല്ല ഒരു ഗുണമുള്ള സാധനമാണല്ലോ നമ്മുടെ ഈ നെല്ലിക്ക. ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണല്ലോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ അത് കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കായാലും ഇത് ഒരു സ്പൂണും ഒരു നെല്ലിക്കയായിട്ട് കൊടുത്താൽ അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകാൻ നല്ലതാണ്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ കരിപ്പോട്ടിയിൽ നിറയെ അഴുക്കൊക്കെ ഉണ്ടാകുമല്ലോ കിട്ടുമ്പോൾ. ഇപ്പോഴത്തെ കരിപ്പോട്ടി നല്ല ശുദ്ധമായ കരിപ്പോട്ടിയാണ്, അപ്പോൾ അതിൽ അഴുക്കൊന്നും ഉണ്ടാകാറില്ല. ഇത് 140 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ കരിപ്പെട്ടിയാണ് കേട്ടോ. ഇവിടെ എനിക്ക് അത്രയും രൂപയാവും. അര കിലോ അല്ല, 400 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് 140 രൂപയ്ക്കാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് വാങ്ങി ഒന്ന് പൊട്ടിച്ചിട്ട് ഡയറക്റ്റ് ഞാൻ ആ ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ നെല്ലിക്ക ഇട്ട് കൊടുത്തു. അങ്ങനെ ചെയ്താൽ മതി, ഉരുക്കി ഒഴിക്കണമെന്നില്ല. അഥവാ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ലിക്വിഡാക്കിയിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് നെല്ലിക്ക ഇട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നെല്ലിക്കായും ഇട്ട് അതിലേക്ക് തന്നെ കരിപ്പൊട്ടി ഇടുകയാണ് ചെയ്തത്. ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ അങ്ങനെ സാധാരണ ഇടാറില്ല. അപ്പം നിങ്ങൾക്ക് ഭരണി ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുക. ഇപ്പം ഞാനിത് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറ്റും. എൻ്റെ പഴയ നെല്ലിക്ക തീരാറായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് തീർത്തതിന് ശേഷം അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിതിലെടുത്തതേ ഉള്ളൂ. ഇങ്ങനെ നെല്ലിക്ക ഇട്ട് വെച്ചിരുന്നാൽ അതിൽ ചീത്തയാകുകയൊന്നുമില്ല, പൂപ്പലും ഒന്നും ഉണ്ടാകില്ല. നെല്ലിക്ക കഴുകി വൃത്തിയായിട്ട് ഉണങ്ങി, എന്നുവെച്ചാൽ ജലാംശം അതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ല ക്ലീൻ ആയതിന് ശേഷമേ ചെയ്യാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം നെല്ലിക്ക കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സീസൺ ആകുന്ന സമയത്തോ അല്ലാതെ ഇപ്പം നെല്ലിക്ക കിട്ടാറുണ്ട്. ഇപ്പം ഏത് സമയവും ഇപ്പം മാർക്കറ്റിൽ നെല്ലിക്ക കാണാറുണ്ട്. അപ്പം കുറച്ച് വാങ്ങി നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഈ നെല്ലിക്ക ഇങ്ങനെ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. മുടിക്കും കണ്ണിനും എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ നെല്ലിക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ അവർക്ക് നെല്ലിക്കയുടെ ലേഹ്യമൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളൊന്നും കഴിക്കാറില്ല, അച്ചാറും കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾ കഴിക്കും. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.